എന്തുവാടേ ഇത്? അമ്മയോട് മുറിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞതിന് അമ്മയുടെ കാല് പിടിച്ച് മാപ്പി വയ്ക്കാൻ ഞാൻ. എന്നോടാരും മാപ്പൊന്നും ചോദിക്കണ്ട. ഞാൻ ഭയങ്കര ദേഷ്യത്തിൽ നിന്ന സമയത്ത് അമ്മ അങ്ങോട്ട് വന്ന് കയറിയത്. എത്ര ദേഷ്യത്തിൽ നിന്നെന്ന് പറഞ്ഞാലും തെറ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്റെ അമ്മയോട് ഒരിക്കലും ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു തവണത്തേക്ക് അമ്മ ക്ഷമിക്കേ. സോറി അമ്മേ, അറിയാതെ പറഞ്ഞു പോയല്ലേ. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്കില്ല. ക്ഷമിക്കില്ല. പ്ലീസ് അമ്മേ, എന്റെ പൊന്നു പാറുവല്ലോ, ഒന്ന് ക്ഷമിക്കാ. പാറൂന്ന് വിളിച്ച എന്റെ സ്വഭാവം മാറും കേട്ടോ. ആ പിന്നെ ഞാൻ പാറൂന്ന് തന്നെയല്ലേ പണ്ടും വിളിച്ചോണ്ടിരുന്നത്. പണ്ട് വിളിച്ചു കരുതി എന്നെ അമ്മാന്ന് വിളിച്ചാ മതി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ആ എങ്കിൽ അമ്മേന്ന് വിളിക്കട്ടെ? വേണ്ട, ഞാൻ നിന്നോട് പിണക്കവാ. എന്റെ ചക്കര അമ്മയല്ലേ, ഒരു തവണത്തേക്കൊന്ന് ക്ഷമിക്കേ. ഇല്ല, നീ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം വിഷമായി എന്നറിയോ. എന്റെ ഹൃദയം തകർന്നു പോയി. ചങ്ക തകർന്ന ഞാൻ ആ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഞാൻ എത്ര തവണ വേണേലും അമ്മയുടെ കാല് പിടിച്ച് മാപ്പി വയ്ക്കാം. പ്ലീസ് അമ്മേ, എന്നോടൊന്ന് ക്ഷമിക്കമ്മേ. കാല് പിടിച്ച് മാപ്പ് പറയാം ഞാൻ. എന്റെ കാലൊന്നും പിടിക്കണ്ട, മാറങ്ങോട്ട്. ഇത്തവണത്തേക്ക് ഗൗതമനോട് ക്ഷമിക്ക് പാർവതി. അതെ, എന്റെ മോനോട് ക്ഷമിക്കാൻ എനിക്ക് നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. നീ എന്തിനാ ചിരിക്കുന്നത്? കളിയാക്കാണോ എന്നെ? ഞാൻ കളിയാക്കിയതൊന്നുമല്ല. പിന്നെ എല്ലാത്തിനും കാരണക്കാരി ഇവളാണമ്മേ. ഇവൾ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നിട്ടല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അല്ല, നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടതിന്റെ കാരണം എന്തായിരുന്നു? ഇനിയെങ്കിലും അത് പറ. നിനക്ക് കാരണം അറിയണോ അല്ലേ? നീ ഒറ്റ ഒരുത്തനാ ഗൗതമിന്റെ കയ്യിൽ നിന്ന് എനിക്ക് വഴക്ക് വാങ്ങിച്ചു തന്നത്. ഞാനോ? ഏട്ടത്തേക്ക് വഴക്കാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? വാങ്ങി അമ്മയുടെ ഈ മോഞ്ഞത് പണി വല്ലതും അമ്മ അറിഞ്ഞായിരുന്ന? എന്തു പണി? അതിന് നിങ്ങളാരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ചോദിക്കാമോ തന്നെ ഓടിച്ചു വിട്ടില്ലേ? എന്റെ അമ്മേ, അമ്പലത്തിൽ നിന്ന് ഇവൻ ഐശ്വര്യയെ കാണാനായി പാർക്കിൽ പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ടെന്താ, ശിവാനിയുടെ കാര്യം ഇവനായിട്ട് ഐശ്വര്യോട് പറയേണ്ടി വന്നില്ല. ഐശ്വര്യോട് ഇവൻ ഐ ലവ് യു എന്ന് പറഞ്ഞതും അതും കേട്ടുകൊണ്ട് ശിവാനി അവിടേക്ക് വന്നു. അയ്യോ, എന്നിട്ടെന്താ, ഇവന്റെ മുമ്പിൽ വെച്ച് ശിവാനി ഐശ്വര്യയുടെ കരുണത്തോടെ ഒറ്റ പൊട്ടീരും. അങ്ങനെയൊക്കെ ഉണ്ടായോ? എന്റെ ദൈവമേ. അങ്ങനെയൊക്കെ ഉണ്ടായി. ഇവനെ അമ്മയോട് പറയായിരുന്നതാ. അതോടെ ഐശ്വര്യ പിണങ്ങി. ഇവൻ വിളിച്ചിട്ട് ഫോണും എടുക്കാതായി. എങ്ങനെങ്കിലും ആളെ കണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നും പറഞ്ഞ് കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ ശിവാനി തല്ലിയതിന്റെ മുഴുവൻ കുറ്റവും ഈ ഗൗത എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. അല്ല, ശിവാനി ഐശ്വര്യ തല്ലിയതിന് മോളെന്ത് പഴിച്ചു? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. അവൾ എന്റെ അമ്മാവന്റെ മകളായി പോയിന്ന് കരുതി അവൾക്ക് തല്ലാൻ പാടില്ലെന്നുണ്ടോ? അതിന്റെ കുറ്റം ഞാൻ എന്തിനു ഏറ്റെടുക്കണം? ഈ ഗൗത എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ? നീ എന്തിനാണ് ഇവിടെ വഴക്ക് പറഞ്ഞത്? പിന്നെ അല്ലാതെ ഞാൻ ആരെ വഴക്ക് പറയാൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവനൊരാണല്ലേ? ഇവൻ കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണല്ലേ ഐശ്വര്യ? അവളെ ഒരു പൊതു സ്ഥലത്ത് വെച്ച് ഒരുത്തി കയ്യേറ്റം ചെയ്തപ്പോ നോക്കി നിന്നവനാ ഇവൻ. അപ്പൊ തെറ്റ് ചെയ്തത് ആരാ? ഞാനാണോ ഇവനാണോ? അതമ്മേ, പെട്ടെന്ന് ശിവാനി വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നു. എന്തോ നാട ഇത്, വെറുതെ എന്നെ കൂടി പറയിപ്പിക്കാനായിട്ട്. എടാ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ആ ശിവാനിയെ പിടിച്ച് 2 എണ്ണം പൊട്ടിച്ചോ ഓടിച്ചു പെടുത്തില്ലായിരുന്നു അതിനെ. അമ്മേ, അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്ത് സിറ്റുവേഷൻ? നീ അമ്മ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഐശ്വര്യക്ക് നിന്നോടുള്ള സ്നേഹം കൂടുതലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതൊന്നും ചെയ്യാതെ അതിന്റെ പഴി എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കിയിട്ടില്ല ഞങ്ങൾ പോലും വഴക്കിട്ടത്. അല്ലേടത്ത് 4 ചുറ്റും ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കുമ്പോ പിന്നെ അയ്യോ, അപ്പോ ആൾക്കാരൊക്കെ കാണുകയാണോ ഐശ്വര്യ തല്ലിയത്? എന്നിട്ട് പ്രണവ് നോക്കിക്കൊണ്ട് നിന്നോ? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ, നീ ഒന്നും പറയണ്ട. നട്ടല്ലില്ലാത്തവൻ പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്തൊരു മോശമായി പോയിന്നറിയൂ. അത് കാരണം ഈ വീട്ടിൽ തന്നെ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തുവാണോ? പിന്നല്ലാതെ, ഈ കേസിൽ നിന്നെ തന്നെ കുറ്റപ്പെടുത്തും. നീയാണ് എല്ലാ പ്രശ്നത്തിനും കാരണക്കാരൻ. ഓഹോ, അപ്പൊ അങ്ങനെ ആയല്ലേ? നിങ്ങളെല്ലാരും കൂടെ ഒറ്റക്കെട്ടും ഞാൻ അങ്ങ് പുറത്തും. സാരമില്ല. ഇനി സാരമില്ലെന്ന് പറയാനേ പറ്റൂ. നിധി നല്ല കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഞ്ഞി കോരി കുടിച്ചിട്ടാ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ആരുടെ കഞ്ഞി വേണ്ട, ഒരു പഞ്ഞിയും വേണ്ട. കേടാ, ഞാൻ പോവാ. മോനെ, കഞ്ഞി കുടിച്ചിട്ട് പോ. പ്രണവിന് നല്ല വിഷമമായി തോന്നുന്നു. എല്ലാവരും ഒരുപോലെ കുറ്റപ്പെടുത്തിയതല്ലേ? ആ വിഷമൊന്നും കാര്യാക്കണ്ട. അവനെ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നോളാം.
വേണമെങ്കിൽ എന്റെ ഈ അമ്മ വരെ ഞാൻ സോൾവ് ചെയ്തു, പിന്നെയാണോ അവൻ? അതിന് ഞാൻ സോൾവ് ആയെന്ന് ആര് പറഞ്ഞു? ആ? സോൾവ് ഒക്കെ ആയി. അമ്മ എനിക്ക് മാപ്പം തന്നു. ആ. വന്നേ നമുക്ക് പോയി കഞ്ഞി കുടിക്കാം. നിധി വാ, നമുക്ക് പോയി കഞ്ഞി വിളമ്പാം. എളുപ്പം വാ. എടാ നീ പോയി അവനെ വിളിച്ചോണ്ട് വാ. ആ വാ വിളിക്കാം. വാ ആ